അപ്പോൾ ഈ കല്യാണരാമൻ്റെ വർക്ക് നേരത്തെ തുടങ്ങി. ഓഗസ്റ്റ് ആയപ്പോൾ തന്നെ, മീൻസ് ഷൂട്ടിന് മുമ്പ് ജൂലൈ ആയപ്പോൾ തന്നെ തുടങ്ങി. പക്ഷെ ഇതൊക്കെ പാടിക്കഴിഞ്ഞിട്ട് മറ്റേ ലാൽ മീഡിയയിലായിരുന്നു വർക്ക്. അപ്പോൾ ആ സമയത്ത് കമൽ സാറും ഇങ്ങനെ ലാൽ മീഡിയയിൽ വന്നു ജസ്റ്റ്. അപ്പം അന്ന് നമ്മളുടെ വർക്കും പുള്ളി തുടങ്ങണതാണ് ആ സമയത്ത്. അപ്പോൾ ലാലേട്ടനും ഒക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ഫിലിമിൽ ഒരു പുതിയ പയ്യൻ പാടിയിട്ടുണ്ട് ഇങ്ങനെ കൈത്തൊടി താളം കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ കമൽ സാർ പറഞ്ഞ് ഇയാളെ കൊണ്ട് നമുക്ക് പാടിക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ മോഹൻ സിത്താര, അപ്പോൾ മോഹൻ സിത്താരൊക്കെ എന്നെ അറിയാം, കാരണം ഞാൻ പുള്ളിയുടെ കൂടെ കമ്പോസർ വായിക്കണ പുള്ളി വെള്ളിയേട്ടലിൽ എന്നെ പാടിപ്പിച്ചു കഴിഞ്ഞ്. പിന്നെ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ അതിലേയും പാടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഫിലിമിൽ ഉണ്ടായില്ല പാട്ട്. അങ്ങനെ അപ്പോൾ പിന്നെ രാക്ഷസിയും ഇതേപോലെ ഞാനും ഫ്രാങ്കോയും കൂടി ഡുവറ്റായിട്ട് പാടി. അപ്പോൾ വൻ ഹിറ്റായി. അപ്പോൾ ആ ഒരു രണ്ട് ഫിലിമും 2002 ക്രിസ്മസ് റിലീസ് ഫിലിമായിരുന്നു. അപ്പോൾ അന്ന് റിലീസ് ചെയ്ത 2 ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എനിക്ക് 3 പാട്ട് ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ടേക്ക് ഓഫ് എന്ന് പറയാം സിനിമയിലേക്കുള്ള. നമ്മളിൽ എനിക്ക് തോന്നുന്നു ജോൺസനെയും എല്ലാം പുതിയ എല്ലാ സിംഗേഴ്സ് ഉണ്ട്, അവരുണ്ട് ആ സമയത്ത് തന്നെയാണ്. അപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2002 ക്രിസ്മസ് റിലീസ് ഫിലിമിൽ അതിലൊരു വെറൈറ്റി സോങ് തന്നെയായിരുന്നു അത് ക്യാമ്പസ് ഫിലിമായിരുന്നല്ലേ. രാക്ഷസിക്ക് പല പല മോഡുലേഷൻസ്. പക്ഷെ അത് ഞാനും അതൊരു അങ്ങനെ ആ വോയിസ് മോഡുലേഷൻ ഒക്കെ കുറെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ പാട്ടില്.